നമസ്കാരം. ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓക്സിലിയറി വെർബിൽ ഒന്നാണ് ഷുഡ്. ഷുഡിൻ്റെ അർത്ഥം മലയാളത്തിൽ നം എന്ന രീതിയിലേക്ക് മാറ്റാം. ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ അവിടെ പോകണം, അത് ചെയ്യണം, അവിടെ എത്തണം, നന്നായി പഠിക്കണം എന്നൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ആ നം അല്ലെങ്കിൽ ആ ഉപദേശത്തിൻ്റെ സ്വരത്തെ കാണിക്കാനാണ് ഷുഡ് ഉപയോഗിക്കുന്നത്. അത് ഓബ്ലിഗേഷനെ കാണിക്കുന്നു, റെസ്പോൺസിബിലിറ്റിയെ സൂചിപ്പിക്കുന്നു, ഡ്യൂട്ടിയെ കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഷുഡ്. യു ഷുഡ് ഗോ ദെയർ, നിങ്ങൾ അവിടെ പോകണം. യു ഷുഡ് കം ഹിയർ, നിങ്ങൾ ഇവിടെ വരണം. യു ഷുഡ് ടോക്ക് പൊലൈറ്റ്ലി ടു എൽഡേഴ്സ്, നിങ്ങൾ മുതിർന്നവരോട് ബഹുമാനത്തോടു കൂടി സംസാരിക്കണം. യു ഷുഡ് സ്പീക്ക് ഇംഗ്ലീഷ്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണം. യു ഷുഡ് ഒബേ ദ വേർഡ്സ് ഓഫ് യുവർ ടീച്ചേഴ്സ്, നിങ്ങൾ ടീച്ചേഴ്സിൻ്റെ വാക്കുകൾ അനുസരിക്കണം. യു ഷുഡ് റെസ്പെക്ട് ഓൾ എൽഡേഴ്സ് ഇൻ സൊസൈറ്റി, എല്ലാ മുതിർന്നവരെയും നിങ്ങൾ സമൂഹത്തിൽ ബഹുമാനിക്കണം. അങ്ങനെ ഒരു കാര്യം ചെയ്യണം, പോകണം എന്നുള്ള അർത്ഥത്തിൽ ആ ണം എന്നുള്ളൊരു വാക്ക് അക്ഷരം വരുമ്പോഴാണ് നമ്മൾ ഷുഡ് ഉപയോഗിക്കുന്നത്. ഒരു കാര്യം ചെയ്യണം, പോകണം, വരണം എന്നുള്ള അർത്ഥത്തിൽ. ഇനി അത് ചോദ്യമാക്കുമ്പോൾ ആ ഷുഡ് എടുത്ത് മുന്നിൽ വെച്ചാൽ മതി. ഐ ഷുഡ് ഗോ ദെയർ, എനിക്ക് അവിടെ പോകണം. അതിൻ്റെ ചോദ്യം ഷുഡ് ഐ ഗോ ദെയർ, ഷുഡ് ഐ ഹെൽപ്പ് യു, ഞാൻ നിങ്ങളെ സഹായിക്കണോ? ഷുഡ് ഐ കം വിത്ത് യു, ഞാൻ നിങ്ങളുടെ കൂടെ വരണോ? ഷുഡ് ഐ റീച്ച് ദെയർ വിതിൻ 10 o'clock, 10 മണിക്കുള്ളിൽ ഞാൻ അവിടെ എത്തണോ? ഷുഡ് ഐ ടീച്ച് യു സംതിങ് ഇൻ ഇംഗ്ലീഷ്, ഇംഗ്ലീഷിൽ എന്തെങ്കിലും ഞാൻ നിങ്ങളെ പഠിപ്പിക്കണോ എന്നീ അർത്ഥത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. താങ്ക് യു വെരി മച്ച്.